മാർവൽ കോമിക്സിൽ എഴുത്തുകാരനും എഡിറ്ററുമായി ജോലി ചെയ്യുന്ന സ്റ്റാൻലിയും അദ്ദേഹത്തിന്റെ സഹോദരൻ ലാറി ലീബറും ടെയിൽസ് ഓഫ് സസ്പെൻസ് എന്ന ഒരു കോമിക് ബുക്ക് സീരീസ് എഴുതുവാൻ ആരംഭിച്ചു. 1959 അതിന്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറങ്ങി. സയൻസ് ഫിക്ഷനും മിസ്റ്ററിയും സസ്പെൻസും എല്ലാം ചേർന്നതായിരുന്നു ആ കോമിക് ബുക്ക് സീരീസ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അന്ന് ടെയിൽസ് ഓഫ് സസ്പെൻസിന്റെ 39ാമത്തെ പതിപ്പ് പുറത്തിറങ്ങി. 2 സൂപ്പർ ഹീറോസിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടായിരുന്നു മാർവൽ കോമിക്സ് അത് പുറത്തിറക്കിയത്. ആ 2 സൂപ്പർ ഹീറോസിനെ മറ്റു സൂപ്പർ ഹീറോസിൽ നിന്നും വ്യത്യസ്തനാക്കണമെന്ന് സ്റ്റാൻലിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്ത് കുട്ടികൾക്കിടയിൽ മാത്രമായിരുന്നു സൂപ്പർ ഹീറോസിന് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയൊക്കെ പൊളിച്ചെഴുതി ഒരു വിപ്ലവത്തിന്റെ തുടക്കമായിട്ടാണ് അന്ന് സ്റ്റാൻലി ആ 2 കഥാപാത്രങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിവിട്ടത്. അതിലെ ഒരു കഥാപാത്രമാണ് ക്യാപ്റ്റൻ അമേരിക്ക, മറ്റേത് അയൺമാൻ. അയൺമാൻ എന്ന സൂപ്പർ ഹീറോയെ വെള്ളിത്തിരയിൽ എത്തിക്കുവാൻ മാർവൽ സ്റ്റുഡിയോസ് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ജോൺ ഫേവറോ എന്ന സംവിധായകനെ അവർ സമീപിച്ചു. അദ്ദേഹം അതിന് സമ്മതം മൂളി. ശേഷം അവരുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നത് ഇതിലെ നായകനായ അയൺമാൻ എന്ന കഥാപാത്രം ചെയ്യുവാൻ ആർക്ക് കഴിയുമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഒരുപാട് സ്റ്റണ്ടുകൾ ഇതിലുള്ളത് കൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സിനിമകളിൽ ഇതിഹാസം സൃഷ്ടിക്കുന്ന നായകനായ ടോം ക്രൂസിനെ അവർ തേടിയെത്തി. എന്നാൽ ടോം ക്രൂസ് ഈ കഥാപാത്രത്തിൽ തനിക്കൊന്നും ചെയ്യുവാനില്ലെന്നും സിനിമയുടെ ഭൂരിഭാഗം സമയവും മാസ്ക് വെച്ച് അഭിനയിക്കണമെന്ന കാരണത്താൽ അദ്ദേഹം അത് ഉപേക്ഷിച്ചു. ശേഷം ഒരുപാട് നടന്മാരെ അവർ സമീപിച്ചു. എങ്കിലും പലരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ശേഷം അതിന്റെ സംവിധായകനായ ജോൺ ഫേവറോ ഒരാളെ കണ്ടെത്തി. എന്നാൽ മാർവൽ സ്റ്റുഡിയോസിന് ആ നായകനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അതിന് കാരണമായത് ആ നടന്റെ ഭൂതകാലം തന്നെയായിരുന്നു. മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് സിനിമാ സെറ്റുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഇരുണ്ട ഭൂതകാലം ഉള്ള നായകനെ അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്ന് അവർ ജോൺ ഫേവറയെ അറിയിച്ചു. എന്നാൽ താൻ കണ്ടെത്തിയ നടനിൽ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ജോൺ ആ നടനു വേണ്ടി പോരാടി. അയാളെ നായകനാക്കിയാലേ താൻ ഈ സിനിമ സംവിധാനം ചെയ്യുള്ളൂ എന്നും ജോൺ വാശി പിടിച്ചു. അവസാനം ജോണിന്റെ പിടിവാശിക്ക് മുമ്പിൽ മാർവൽ സ്റ്റുഡിയോസിന് തോറ്റുകൊടുക്കേണ്ടി വന്നു. വെറും ഒരു സാധാരണ നടൻ, സിനിമയിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ, ഒരുപാട് പോലീസ് കേസുകൾ. ആ നടന് അയൺമാൻ എന്ന കഥാപാത്രം അവർ നൽകി. അന്ന് 8 കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം. അവിടെ നിന്നും തുടങ്ങിയ ആ നടൻ മാർവലിന് വേണ്ടി തന്റെ അവസാന ചിത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ശമ്പളം $75 മില്യൺ ആയിരുന്നു. അതായത് 521 കോടി രൂപ. മാർവലിലെ ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റിയിരിക്കുന്നത് ആ നടനാണ്. ആ നടന്റെ പേര് Robert Downey Jr. അന്ന് റോബർട്ട് ജോൺ ഏലിയസ് ജൂനിയറിനും എൽസി ഡൗണിക്കും ഒരു മകൻ ജനിക്കുന്നു. അവർ അവനെ റോബർട്ട് ജോൺ ഡൗണി എന്ന് പേര് നൽകി. അതോടെ റോബർട്ട് ജോൺ ഏലിയസ് ജൂനിയർ റോബർട്ട് ഡൗണി സീനിയർ എന്നറിയപ്പെടുവാൻ തുടങ്ങി. റോബർട്ട് ഡൗണി സീനിയർ സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായ എൽസി ഡൗണി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിലെ നായികയും. എന്നാൽ ഒട്ടും തന്നെ നല്ലൊരു ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അമിതമായ സിനിമയിൽ നിന്നുള്ള പ്രഷറും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മറക്കുവാൻ വേണ്ടി അയാൾ മയക്കുമരുന്നിൽ അഭയം കണ്ടെത്തി. എന്നാൽ സ്വന്തമായി തെറ്റായ മാർഗം തിരഞ്ഞെടുത്ത അയാൾ തന്റെ മകനായ റോബർട്ട് ഡൗണി ജൂനിയറിനും അതേ വഴി കാട്ടിക്കൊടുത്തു. റോബർട്ട് ജൂനിയറിന്റെ ചെറുപ്പകാലമൊക്കെ അദ്ദേഹം പന്ത് കളിച്ചോ കാർട്ടൂണുകൾ കണ്ടോ അല്ല ചെലവഴിച്ചിരുന്നത്. പകരം സ്വന്തം പിതാവിന്റെ കൂടെ ഇരുന്ന് മയക്കുമരുന്നുകളായ കൊക്കൈൻ, മർജുവാന ഉപയോഗിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം അദ്ദേഹം ചിലവിട്ടിരുന്നത്. തന്റെ മാതാപിതാക്കളുടെ വഴക്കും ബഹളവും നിരന്തരമായി കണ്ട് വിഷമിക്കുന്ന റോബർട്ട് ജൂനിയറിന് തന്റെ അച്ഛൻ നൽകുന്ന മയക്കുമരുന്നുകൾ തന്നെയായിരുന്നു ആകെയുള്ള ഒരു ആശ്വാസം. റോബർട്ട് സീനിയറിന്റെ ജീവിതത്തിൽ മയക്കുമരുന്നുകൾ ഒരു വില്ലനായി മാറിക്കഴിഞ്ഞിരുന്നു. അച്ഛൻ സിനിമാ രംഗത്തുള്ളത് കൊണ്ട് തന്നെ റോബർട്ട് ജൂനിയറിനും സിനിമയിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലായി കുറച്ച് സിനിമകളിലും ടെലിവിഷൻ സീരീസിലുമായി അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. 1987
ദി പിക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന സിനിമയിൽ നായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. അതേ വർഷം തന്നെ അദ്ദേഹത്തിന് ഒരു മയക്കുമരുന്ന് അടിമയുടെ കഥാപാത്രം ലഭിച്ചു. ലെസ് ദാൻ സീറോ എന്ന ആ സിനിമ റോബർട്ട് ജൂനിയറിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. ആ കഥാപാത്രം അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസയും നേടിക്കൊടുത്തു. റോബർട്ട് ജൂനിയർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കഥാപാത്രം അദ്ദേഹത്തിന് ചെയ്യുവാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം തന്റെ സ്വന്തം ജീവിതം തന്നെയാണ് അദ്ദേഹം ആ സിനിമയിൽ പകർത്തി വെച്ചിരുന്നത്. അഭിനയത്തിൽ നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 92-ൽ ചാർലി ചാപ്ലിന്റെ ജീവിതം ആസ്പദമാക്കി ഇറക്കിയ ചാപ്ലിൻ എന്ന സിനിമയിലെ ചാർലി ചാപ്ലിനായി അദ്ദേഹം ജീവിച്ച് കാണിച്ചു. തന്റെ കഴിവിന്റെയും പരിശ്രമത്തിന്റെയും ബലമായി അത് ചെന്ന് നിന്നത് ഓസ്കാർ നോമിനേഷനിലായിരുന്നു. എന്നാൽ അന്ന് റോബർട്ട് ജൂനിയറിനെ പിന്തള്ളിക്കൊണ്ട് സെന്റ് ഓഫ് എ വുമൺ എന്ന സിനിമയിലെ നായകനായ അൽ പച്ചീനോ ആ ഓസ്കാർ സ്വന്തമാക്കി. അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായി അമേരിക്കയിലെ മോഡലും പാട്ടുകാരിയുമായ ഡെബേറെ ഫാൽക്കനറിനെ അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ തന്റെ മാതാപിതാക്കളുടെ അതേ പാതയിൽ തന്നെയായിരുന്നു റോബർട്ട് ജൂനിയറിന്റെ ജീവിതവും. മകന്റെയും അച്ഛന്റെയും ജീവിതത്തിലെ വില്ലൻ ഒരാൾ തന്നെയായിരുന്നു, മയക്കുമരുന്ന്. അതുപോലെ തന്നെ അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കാരണം സിനിമാ സെറ്റുകളിലും റോബർട്ട് ജൂനിയർ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സിനിമയുടെ പ്രൊഡ്യൂസർമാർക്കൊക്കെ വലിയൊരു തലവേദനയായി മാറുകയായിരുന്നു റോബർട്ട് ജൂനിയർ. 96 മുതൽ പിന്നീടുള്ള നീണ്ട 5 വർഷം റോബർട്ടിന് നരകതുല്യമായിരുന്നു. കാരണം അമിതമായ മയക്കുമരുന്ന് ഉപയോഗവും അതെല്ലാം കയ്യിൽ വെച്ചതിന്റെ പേരിലും ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെച്ചതിന്റെ പേരിലും റോബർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഒരുപാട് സിനിമാ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നഷ്ടമായി. 96 മുതൽ 2001 വരെ ജയിലിലും ഡി അഡിക്ഷൻ സെന്ററിലുമായി അദ്ദേഹം നരകതുല്യ വേദന അനുഭവിച്ച് ജീവിച്ചു. ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നപ്പോൾ പോലും അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ മയക്കുമരുന്ന് സംഘടിപ്പിച്ച് ഉപയോഗിക്കുമായിരുന്നു. സിനിമയിൽ വീണ്ടും അവസരം ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം മയക്കുമരുന്നിന് അടിമയല്ല എന്ന് ഒരുപാട് പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാരെയും വിശ്വസിപ്പിച്ചു. അങ്ങനെ 97-ൽ ആലി മെക്ബീൽ എന്ന സീരീസിൽ ലാറി പോൾ എന്ന കഥാപാത്രം ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. എന്നാൽ അതിന്റെ പ്രൊഡ്യൂസറിന് അധികം വൈകാതെ തന്നെ അത് മനസ്സിലായി, റോബർട്ട് ജൂനിയർ പഴയതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമയാണെന്ന്. അതോടുകൂടി ആ അവസരവും അദ്ദേഹത്തിന് നഷ്ടമായി. ആ സെറ്റിൽ നിന്നും പ്രൊഡ്യൂസർ റോബർട്ടിനെ ഇറക്കി വിട്ടു. 2001-ൽ ജീവിത പങ്കാളിയായ ഡെബേറ ഫാൽക്കനറും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഇതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്നുള്ള ചിന്ത പോലും അദ്ദേഹത്തിന് വന്നു തുടങ്ങി. സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവും അദ്ദേഹത്തിന്റെ മുമ്പിൽ തകർന്നു തരിപ്പണമായി. അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്കായി കാത്തുനിന്ന എല്ലാ കഴുകന്മാരും അയാളെ നോക്കി പരിഹസിക്കുവാൻ തുടങ്ങി. എല്ലാ മാണിന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്നാണല്ലോ. ഗോത്തിക് എന്ന ഹൊറർ മിസ്റ്ററി സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിലെ കേന്ദ്ര കഥാപാത്രമായ പീറ്റ് ഗ്രഹാം എന്ന റോളിന് വേണ്ടി ഒരുപാട് പേരെ സമീപിച്ചു. എന്നാൽ പലർക്കും പല കാരണത്താൽ അത് ചെയ്യുവാൻ സാധിച്ചില്ല. അവസാനം അവർ എത്തിപ്പെട്ടത് റോബർട്ടിന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ സിനിമയിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും അതിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ അയാളിൽ വിശ്വാസം അർപ്പിച്ച് അതിന്റെ പ്രൊഡ്യൂസറായ സ്യൂസൻ ലേവിൻ ആ സിനിമയിൽ റോബർട്ടിന് ആ കഥാപാത്രം നൽകി. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ റോബർട്ടിന് സൂസനോട് പ്രണയം തോന്നുകയാണ്. സൂസനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നും റോബർട്ട് സൂസനെ അറിയിക്കുന്നു. എന്നാൽ സൂസൻ പറഞ്ഞ മറുപടി, റോബർട്ടിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ താൻ എന്നേക്കുമായി മയക്കുമരുന്ന് ഉപേക്ഷിക്കണം. സിനിമയിൽ വീണ്ടും തന്റേതായ സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം. അത് കേട്ട അന്നു മുതൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും തനിക്ക് പുതിയ ഒരാളായി മാറണമെന്നും തനിക്ക് നഷ്ടപ്പെട്ടു പോയ സിംഹാസനം തിരിച്ചു പിടിക്കണമെന്നും സൂസനെ വിവാഹം കഴിക്കണമെന്നുള്ള വാശികൾ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഈസ്റ്റേൺ മാർഷൽ ആർട്സും യോഗയും അതുപോലെ തന്നെ ഒരു 12 സ്റ്റെപ്പ് പ്രോഗ്രാം അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം മയക്കുമരുന്നിന് വിമുക്തനായി മാറി. അങ്ങനെ 2005-ൽ തന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി തീർത്ത സൂസനെ അദ്ദേഹം ജീവിത പങ്കാളിയാക്കി മാറ്റി. അദ്ദേഹം തന്റെ ദാമ്പത്യ ജീവിതം നന്നായി തന്നെ ആസ്വദിക്കുവാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ലക്ഷ്യത്തിനായി അദ്ദേഹം കളത്തിലിറങ്ങി. തന്റെ നഷ്ടപ്പെട്ടു പോയ സിംഹാസനവും സാമ്രാജ്യവും വീണ്ടെടുക്കുവാൻ നടനും സഹനടനും ഒക്കെയായി അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ 2007-ൽ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതിഹാസ കഥാപാത്രങ്ങളിലൊന്നായ അയൺമാൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിനെ തേടിയെത്തി. മാർവൽ സ്റ്റുഡിയോസ് മനസ്സില്ല മനസ്സോടെയാണ് റോബർട്ടിന് ആ വേഷം നൽകിയത്. എന്നാൽ അവരുടെയൊക്കെ കാഴ്ചപ്പാടിനെ മുഴുവനുമായി കാറ്റിൽ പറപ്പിച്ച് റോബർട്ട് ജൂനിയർ ആ കഥാപാത്രത്തെ എല്ലാ പേരുടെയും സങ്കല്പത്തേക്കാൾ 100 മടങ്ങിന് മുകളിൽ മികച്ചതാക്കി മാറ്റി. പിന്നീട് അദ്ദേഹത്തിന് ഒരു തിരിച്ചുപോക്കില്ലായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടറിഞ്ഞതാണ്.